Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർസ്കോച്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഈ ബട്ടർസ്കോച്ചിന്റെ എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതായത് ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കേക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ബട്ടർസ്കോച്ച് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ബട്ടർസ്കോച്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 8 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതുപോലെ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മുട്ടയൊക്കെയാണെങ്കിലും മുട്ടയെന്നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പം തന്നെ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതാ ഇത് 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കണം. അപ്പോൾ ബട്ടർ എസൻസ് ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ബീറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ബീറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു 2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് അല്പാൽപമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഒരു മിനിറ്റ് കൂടുതൽ ബീറ്റ് ചെയ്യരുത്. പിന്നെ അടുത്തത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതുപോലെ വടിച്ചു വന്നിട്ട് അളന്നെടുക്കാനായിട്ട്. രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് പാൽപ്പൊടിയൊക്കെ വേണമെങ്കിൽ 1 ടീസ്പൂൺ പാൽപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അരിച്ച് ചേർക്കുകയാണ്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കരുത്. അരിച്ചരിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ആക്കാം. ഇത് നല്ലതായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ച ഒരു പാനാണ്. ഇതൊരു 24 സെന്റിമീറ്റർ, അതായത് ഒരു 9.5 ഇഞ്ച് വരുന്ന പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്താണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ ചട്ടി നല്ലപോലെ ചൂടായിട്ടിരിക്കും കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് മൂടി വയ്ക്കുമ്പോൾ അതായത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിത് ഇതിൻ്റെ ഹോളൊക്കെയുള്ള മൂടിയാണെങ്കിൽ ഇതൊന്ന് അടച്ചു കൊടുക്കണം. അതുപോലെ ഇതിന് ആവി പോണ ടൈപ്പുള്ള മൂടിയാണെങ്കിൽ ഒരു നല്ലൊരു വെയിറ്റ് വയ്ക്കണം. ഞാനിവിടെ ഒരു മോർട്ടാറാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ എടുത്തോട്ട് ഇത് റെഡിയായി വരാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ബർണറിനൊക്കെ അനുസരിച്ച് ഈ വേവിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു സൈഡൊക്കെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകും. അതുപോലെ നല്ലതായിട്ട് പൊന്തി വരും. പിന്നെ നമ്മുടെ കിച്ചൺ നിറയെ ഒരു ബേക്ക് ചെയ്യണതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇത് 2 കിലോയല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ 1 കിലോയൊക്കെ ആകുമ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ എടുക്കാറുണ്ട് റെഡിയായി വരാനായിട്ട്. അപ്പോൾ 2 കിലോ ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം കൂടുതലെടുക്കും. ഇതാ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കി. ടൂത്ത് പിക്കൊക്കെ ആണെങ്കിൽ നല്ല ക്ലീനാണ്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു വയറാക്കിലിട്ട് കൊട്ടിയിടാം. സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തോട്ടോ. സൈഡൊക്കെ നല്ലതായിട്ട് വിട്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ബട്ടർ പേപ്പറൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ഈ സോസ് പാനിലല്ലേ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു എത്ര പീസാണോ നമുക്ക് വേണ്ടത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാനിലാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരസി കളഞ്ഞിട്ട് ഇതിൻ്റെ ക്രംസൊക്കെ ഒന്ന് കൂട്ടിക്കളഞ്ഞെങ്കിൽ കൂട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 3 ലെയറായിട്ട് എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് പ്രലൈൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. മാക്സിമം ഇങ്ങനെ നീക്കിയിട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിലിട്ട് വച്ചാൽ മതി. അതവിടെ പതിയെ ഇരുന്ന് ഇങ്ങനെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ല കളറൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ ഒരുപാട് കയ്പ്പ് വരാൻ പാകത്തിനാവരുത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടലയും അതുപോലെ കാഷ്നട്ടും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇത് ബട്ടർ തിരുമ്മി വെച്ച പ്ലേറ്റാണ് കേട്ടോ. അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോട്ടോ. അപ്പോൾ ഇനി ക്യാരമൽ സോസിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. അപ്പോൾ അതിനിങ്ങനെ ഇരുന്ന് പതിയെ ഇരുന്നിട്ട് മെൽറ്റായി വന്നോളും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതങ്ങനെ പതിയെ ഇരുന്ന് ആയിക്കോളൂ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് എല്ലാം കൂടി നല്ലപോലെ മെൽറ്റായിക്കോളും. കുറച്ചൊന്ന് മെൽറ്റ് ആയതിന് ശേഷം വേണം കേട്ടോ മിക്സ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ക്രിസ്റ്റലായി പോവുള്ളൂ. പിന്നെ അത് ഭയങ്കര കുഴപ്പം പിടിച്ച പരിപാടിയാണ് പിന്നെ അത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ ആയാൽ മതി കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവരുത്. ഒരു ചൊവയായിരിക്കും, കയ്പ്പ് ചൊവയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഇത് വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സാരമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ അതെല്ലാം ലൂസായി കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ക്യാരമൽ സോസും റെഡി ആയിട്ടുണ്ട്. നട്ട്സ് പ്രലൈൻ ചൂടൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെറിയൊരു ക്രീം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു യെല്ലോ കളർ ആഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടത്. പിന്നെ ഒരു നുള്ള് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അയിമുക്കുട്ടൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്നിട്ട് പൊന്നുകുട്ടി ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്രിസ്പ് റൈസ് കൊണ്ടുണ്ടാക്കിയ ചോക്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രിസ്പ് റൈസ് ചോക്ലേറ്റിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ താഴെ കുറച്ച് എന്താ പറയുക ക്രീം തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു നട്ട്സ് പ്രലൈൻ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ പൊടിച്ചെടുത്തല്ലോ അത് ഇട്ട് കൊടുക്കാം. പൊടിക്കല്ല, ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ സെയിം രീതിയിൽ തന്നെ 3 ലെയറും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രാപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന്
വരച്ചെടുത്താണ് കേട്ടോ അത് സൈഡിലൂടെ. പിന്നെ അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഈ നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിവിടെ മുകളിലായിട്ടൊരു ചെറിയൊരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റഷ്യൻ നോസിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരമൽ സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സമയമായതുകൊണ്ട് ഇത് കുറച്ചൊന്ന് കട്ടയായി പോയായിരുന്നു കേട്ടോ ഈ ക്യാരമൽ സോസൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ അത് ചൂടാക്കാനൊന്നും നിന്നില്ല, എനിക്ക് മടിയായി. അപ്പോൾ അതിനോട് അത് തന്നെ കൂടെ വച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ കുറച്ച് ലെറ്റേഴ്സൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഹാപ്പി ബർത്ത്ഡേ ഐമു എന്നുള്ള ലെറ്റേഴ്സൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ അത് റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് അതായത് അതിൻ്റെ മുകളിലായിട്ട് വെറുതെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ പേരെഴുതി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പേരെഴുതുന്നതിന് പല മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഡയറക്റ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാം. ഇതുപോലെ ഒരു മോൾഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെയൊക്കെ വീഡിയോ ലൈവായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര വലിയ ക്ലാരിറ്റിയൊന്നുമില്ല. അതിനിവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അതിനോടായിരിക്കാം അത്ര ക്ലാരിറ്റിയൊന്നും ആയില്ല. എന്നാലും ലൈവായിട്ടൊരു കുറച്ച് സമയത്തേക്ക് ഉള്ള വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എന്താ പറയുക ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്കും പിന്നെ 2-3 അല്ലാത്ത സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉടനടി തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നത് കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.